ഹലോ ഗൈസ്, അപ്പം ഇന്ന് അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള വീടുണ്ടാക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ അമ്മമാരുടെ ഡ്യൂട്ടിയാണല്ലോ. ഇപ്പം അച്ഛന്മാർക്ക് മടിയാണ് ഇതൊക്കെ കുത്തിയിരുന്നുണ്ടാക്കാൻ. ചില അച്ഛന്മാരുണ്ടാക്കും, പക്ഷേ ഇവിടുത്തെ അച്ഛനും മടിയാണ്. സഹായങ്ങളൊക്കെ ചെയ്തു തരുമെങ്കിലും കുത്തിയിരുന്നുണ്ടാക്കാനൊക്കെ മടിയാണ്. അപ്പോൾ ഞാനും എൻ്റെ വീടും എന്നുള്ള കോൺസെപ്റ്റ് തീമായിരുന്നേ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കാനുള്ള പരിശ്രമമായിരുന്നു. ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിനേക്കാളും ഭംഗിയുള്ളൊരു വീടായി പോയി. എന്താ ചെയ്യുക, ഓങ്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണ്. അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കുറേ പേരൊക്കെ കൊണ്ടുവന്നു. കുറച്ച് പേരുടെ കൊണ്ടുവരാനുള്ളൂ. അപ്പോൾ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്ത് എത്തിക്കണ്ടേ. വലിയ മെനക്കേടാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കേ ഉള്ളൂ. ഇപ്പോൾ അംഗനവാടിയിലെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ പ്രൊജക്റ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിത് ഉണ്ടാക്കി ഇത് കാണിച്ചു കൊടുത്തിട്ടാണ് ഇവർക്കിത് പറഞ്ഞ് ഇതാണ് വീട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അംഗനവാടിയുടെ മുൻവശത്ത് നിർത്തിയിട്ടാകും നേരെ ഓപ്പോസിറ്റുള്ള വീട് കാണിച്ചു കൊടുത്ത് ഇതൊരു വീടാന്ന് കാണിച്ചാൽ പോരെ. ഓങ്ങോട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. സംഭവമൊക്കെ എന്നെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ആദ്യം ഒരു വൈറ്റ് കോട്ട് അടിച്ചു. പിന്നെ ഒരു മരം ഉണ്ടാക്കിയിട്ടുണ്ട്. കിണറാണ് കേട്ടോ അത്. പിന്നെ മരം ഉണ്ടാക്കിയിട്ടുണ്ട്. മരത്തിന് ഞാൻ ഇലയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനകത്തൊരു ഊഞ്ഞാലിട്ട് അതിനകത്തൊരു കുട്ടിയൊക്കെ ഞാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വൃത്തി കൂടിക്കോട്ടെ എന്ന് ഞാൻ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. പെയിൻ്റൊക്കെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. രുചിക്കൂട്ട് കാറ്ററിങ് ഞങ്ങളുടെ കാറ്ററിങ്ങിൻ്റെയാണ്. മറ്റു കുട്ടികൾ കൊണ്ടുവന്ന വീടിൻ്റെ ഫോട്ടോസ് കൂടി ഇതിൻ്റെ ഒപ്പം കാണിച്ചിട്ടുണ്ട്.